ആലുവ സ്വദേശിനിയുടെ പീഡന പരാതിയിൽ നടനും എംഎൽഎയുമായ മുകേഷിനെതിരെ കുറ്റപത്രം സമർപ്പിച്ച അന്വേഷണ സംഘം. മുകേഷിനെതിരെ ഡിജിറ്റൽ തെളിവുകളും സാഹചര്യ തെളിവുകളും കണ്ടെത്താനായി എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിശദീകരണം. എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. സാരംഗാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സാരംഗ്, പ്രത്യേക അന്വേഷണ സംഘം ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടത്തിയിരിക്കുന്നു. ഇപ്പോൾ ഡിജിറ്റൽ തെളിവുകളൊക്കെ മുകേഷിന് എതിരായി വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ ഇനിയുള്ള നടപടികൾ എങ്ങനെയായിരിക്കും? അഖില, നടനും എംഎൽഎയുമായ മുകേഷിനെതിരെ ഉയർന്നു വന്നിരുന്ന ഒരു പ്രധാനമായ ഒരു കാര്യമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പീഡന പരാതി. നിലവിൽ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം നിലവിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. അതായത് ലൈംഗിക അതിക്രമം, അതുപോലെ തന്നെ പീഡനം ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ്. അതായത് പീഡനത്തിന് പുറമെ ലൈംഗിക അതിക്രമ വകുപ്പുകളും കൂടുതലായി ചേർത്താണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനമായും ഈ സാഹചര്യ തെളിവുകൾ ഉൾപ്പെടെ മുകേഷിനെതിരെ ഡിജിറ്റൽ തെളിവുകൾ എല്ലാം ലഭിച്ചെന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്, അല്ലെങ്കിൽ ഈ കുറ്റപത്രത്തിൽ സമർപ്പിച്ചിട്ടുള്ളത്. അതായത് വാട്സപ്പ് സന്ദേശങ്ങൾ, അതായത് ആലുവ സ്വദേശിയായ നടിയായിരുന്നു ഇത്തരത്തിൽ മുകേഷിനെതിരെ പരാതി നൽകുന്നത്. ഈ നടിയുമായി മുകേഷ് നടത്തിയ വാട്സപ്പ് ചാറ്റുകൾ, അതുപോലെ തന്നെ മെയിൽ സന്ദേശങ്ങൾ ഉൾപ്പെടെ ഈ അന്വേഷണ സംഘത്തിന് തെളിവായിട്ട് ലഭിച്ചിട്ടുണ്ട്. അതിനു പുറമെയാണ് ഇത്തരത്തിൽ സാഹചര്യ തെളിവുകൾ, അതായത് സാഹചര്യ തെളിവുകൾ ഈ ഇരുവരുടെയും യാത്ര, മറ്റ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഇരുവരും ഒന്നിച്ചുണ്ടായിരുന്ന സ്ഥലം, സമയം, ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് സാഹചര്യ തെളിവുകൾ കുറ്റപത്രത്തിൽ സമർപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഈ തെളിവുകൾ, അതായത് സാക്ഷിമൊഴികളും ഈ ഒരു കുറ്റപത്രത്തിന്റെ പ്രധാനമായി ഭാഗമായി കടന്നു വരും. ഈ കേസിന് പ്രധാനമായും സിനിമാ മേഖല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം സിനിമാ മേഖലയിൽ ഉയർന്നു വന്ന ഒരു പ്രധാന പീഡന പരാതികളിൽ ഒന്നായിരുന്നു മുകേഷ് എംഎൽഎക്കെതിരെ ഉണ്ടായിരുന്നത്. ആ സമയത്തൊക്കെ തന്നെ വലിയ രീതിയിൽ വിവാദമായിരുന്നു. അതായത് മുകേഷ് എംഎൽഎ സ്ഥാനം ഒഴിയണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം വലിയ രീതിയിൽ രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇടതുപക്ഷമടക്കം CPM അടക്കം ഇതിനെ ചെറുത്തു നിൽക്കുകയായിരുന്നു. അതായത് നിലവിൽ അന്വേഷണം നടക്കട്ടെ, അന്വേഷണം നടന്നതിന് ശേഷം റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം മറ്റു നടപടികളിലേക്ക് കിടക്കാം, അല്ലെങ്കിൽ അത്തരത്തിലൊരു കേസ് തെളിയട്ടെ എന്നുള്ള ഒരു നടപടിയുമായിട്ടാണ് CPM സ്വീകരിച്ചിരുന്നത്. അതുപോലെ തന്നെ തുടക്കം മുതലേ മുകേഷും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് ഒന്നും അത്തരത്തിലൊരു പീഡന പരാതി നടന്നിട്ടില്ല, അത് ആരോപണം മാത്രമാണ് എന്നതായിരുന്നു പ്രധാനമായും ഈ ഒരു ആരോപണം ഉണ്ടായിരുന്നത്. ഈ കേസിന് ആസ്പദമായ സംഭവം പ്രധാനമായും 2010 നടക്കുന്നത്. അതായത് 2010 താരസംഘടനയായ അമ്മയിൽ അംഗത്വം നൽകാമെന്ന് കാണിച്ച്, അല്ലെങ്കിൽ അംഗത്വം നൽകാമെന്ന് വാഗ്ദാനം നൽകി മുകേഷ് എംഎൽഎ തന്നെ പീഡിപ്പിക്കുകയായിരുന്നു, അതുപോലെ തന്നെ ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു എന്നായിരുന്നു നടിയുടെ പ്രധാനമായും പരാതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് നടി ഇത്തരത്തിലൊരു പരാതി നൽകുന്നത്. മരട് പോലീസിലായിരുന്നു ആദ്യം പരാതി നൽകിയത്. പിന്നീട് ഈ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് നടക്കുകയായിരുന്നു. നിലവിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ഈ കുറ്റപത്രം എറണാകുളം ജുഡീഷ്യൽ കോടതിയിലായിരിക്കും സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ള നടപടികൾ ഉണ്ടാക്കുക. അതിനുശേഷമായിരിക്കും, അതായത് ഈ കുറ്റപത്രം സ്വീകരിക്കണോ വേണ്ടയോ എന്ന് കോടതി തീരുമാനിച്ച ശേഷമായിരിക്കും ഈ വിചാരണ നടപടികൾ ഉൾപ്പെടെ ഉണ്ടാകുക. എന്തു തന്നെയായാലും പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കാനും അല്ലെങ്കിൽ രംഗത്ത് വരാനുമാണ് നിലവിൽ സാധ്യത. ഈ വിഷയം, അതായത് ഈ റിപ്പോർട്ട് സമർപ്പിച്ച അല്ലെങ്കിൽ കേസ് തെളിയട്ടെ എന്ന് തന്നെയായിരുന്നു മുകേഷ് എംഎൽഎയുടെ അല്ലെങ്കിൽ CPMന്റെ ഉൾപ്പെടെയുള്ള ഒരു വാദം. നിലവിൽ ഈ വിഷയത്തിൽ ഒരു പ്രതിസന്ധിയിലായിരിക്കുകയാണ് മുകേഷ്. മറ്റു നടപടികൾ നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്ത് തന്നെയായാലും ഇരയുടെ, അതായത് നടിയുടെ വാദങ്ങൾ ശരിയാണെന്ന തരത്തിലുള്ള നടനും എംഎൽഎയുമായ മുകേഷിനെതിരായ കുറ്റപത്രം എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. നടപടികൾ ഉടൻ വൈകാതെ ഉണ്ടാകും. സാരംഗാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.